നീ കഴിച്ചോ. എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ. നിന്റെ അമ്മ കണ്ണോണ്ട് വന്ന വഴക്കും അറിയോ? വഴക്കൊന്നും പറയില്ല, നീ കഴിച്ചോ. ഞാനേ ബാൽക്കണി പോയി നോക്കിട്ടരാം. അമ്മ അവിടെ എങ്ങാനും ഉണ്ടെങ്കിലോ? ആ നീ പോയിട്ട് വാ, ഞാൻ ഇത് കഴിച്ചു തുടങ്ങാം. ശരി. ഇതാണ് 106. 106 ആ പെണ്ണുണ്ടെന്ന് കൺഫേം ആണ്. അവള് മാത്രമേ ആ റൂമിലുള്ളൂ. അവളകത്ത് തന്നെയുണ്ട്. നിങ്ങളാരാ? നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒക്കടയുടെ എവിടെ പോയി? അതെ, നിങ്ങളൊരു കാര്യം ചെയ്, രണ്ടുപേരും അങ്ങോട്ട് നോക്ക്, ഞങ്ങൾ ഇങ്ങോട്ട് നോക്കാം. എടാ ശ്രദ്ധിക്കണേ. വാ. നിന്റെ സഞ്ചാരം ഇനി എന്റെ കൈകളിലൂടെ മാത്രമായിരിക്കും. യു ആർ മൈ സ്ലേവ്, യു ആർ മൈ സ്ലേവ്. നീ എന്റെ അടിമ. മാർക്കോ, എന്നെ തുറന്നു വിട്ടേക്ക്, അല്ലെങ്കിൽ നീയും എന്നെ പോലെ ഒരു പ്രേതമായി മാറും. എന്നെ തുറന്നു വിടറാ, നിന്നെ ഞാൻ കൊല്ലും. തുറന്നു വിടാൻ. Will you kill me? Will you kill me? അടിമ യജമാനെ കൊല്ലുമെന്നോ? എന്നെ തുറന്നു വിട്. നിന്റെ ശബ്ദം ഞാൻ ഇല്ലാതാക്കും. I silence your voice. ഞാൻ നിന്നെ തീർക്കും. എന്നെ തുറന്നു വിട്. നമ്മുടെ മേഘയെ ആര് പിടിച്ചോണ്ട് പോയതടി? രണ്ടുപേരാന്ന് ഹോട്ടലിന് പുറത്തവരെ കണ്ടവരുണ്ട്. ഈ ഭാഗത്തേക്ക് വണ്ടിയിൽ കൊണ്ടുവന്നതല്ലേ അവര് പറഞ്ഞ? നമ്മളെ വണ്ടി പോലും വരാത്ത ഈ സ്ഥലത്തേക്ക് അവരെങ്ങനെ വണ്ടി കൊണ്ട് വന്നു? അവര് വരുന്നു. എന്താന്ന് ചോദിക്കാമോ?
എന്തായി? ഹേയ്, അവിടെ കണ്ടില്ലേ? നമ്മുടെ മേഘ ഇവരെ എങ്ങോട്ടാ കൊണ്ടുപോയത്? ഇനി നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോവും? നമുക്ക് വഴി അറിയില്ല. ഏത് വഴിയാ പോവാ? അവളെ ആര് എന്തിനു പിടിച്ചോണ്ട് പോയതാ? അനു, നിന്നോടൊപ്പം നിന്റെ അമ്മയെ കാണാൻ വന്നല്ലേ അവള്? ശരിയാ, അവളെ റൂമിലിരുത്തി ഞാൻ അമ്മയെ നോക്കി പോയതാ. തിരിച്ചു വന്നപ്പോ അവളെ കണ്ടില്ല. അവളെ പിടിച്ചോണ്ട് പോയതാണെന്ന് അത് കഴിഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത്. ഞാൻ കാരണം മേഘ മിസ്സായത്. ഞാൻ അവളെ കൂടെ കൊണ്ടുവരുന്നെങ്കിൽ അവൾക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു. അനു, കരയല്ലേ? സംഭവിച്ചു കഴിഞ്ഞതോർത്ത് കരയുന്ന എന്തിനാ? മേഘയെ കണ്ടെത്തണം. ഈ സമയത്ത് നമ്മളല്ലാതെ അവളെ ആര് കണ്ടെത്താനാ? നമ്മൾ തളർന്നു പോവാൻ പാടില്ല. ഈ സമയത്ത് ആരവനെ കാണാനില്ല. അവൻ പറയാതെ എങ്ങോട്ടാ പോയത്? ഞാൻ പറയുന്നത് അനുസരിക്കുമെന്ന് സത്യം ചെയ്യുന്ന ആത്മാക്കളെ മാത്രമേ ഞാൻ റിലീസ് ചെയ്യാറുള്ളൂ. പ്ലീസ് പ്ലീസ് എന്റെ ഊർജ്ജം ഇല്ലാതാക്കരുത് പ്ലീസ്. നീ എന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാമോ? സത്യം ചെയ്യാമോ? പ്ലീസ് എന്റെ അടിമയായി മാറാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണോ? ഇല്ല, Are you ready? ഞാൻ തയ്യാറല്ല. അവനിപ്പോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥലം നമ്മളെക്കാളും കൂടുതൽ അറിയുന്നത് ആരവിനാ? ഈ കാട്ടുപ്രദേശത്തിൽ ലക്ഷ്യമില്ലാതെ നമ്മൾ എങ്ങോട്ടാ പോവാ? നിന്റെ ശക്തി, നിന്റെ ശബ്ദം എല്ലാം ഇതിനകത്ത് ഇല്ലാതാകും. നിന്നെ ഞാൻ ഇല്ലാതാക്കും. എടാ, ഇതൊരു കിഡ്നാപ്പ് അല്ലേ? പോലീസിനെ അറിയിക്കണ്ടേ? ഏയ്, പോലീസ് നമ്മളെ നമ്മുടെ കൂടെയുള്ള ആരവിനെയും ചോദ്യം ചെയ്യും. നമ്മൾ 5 പേരല്ല, ആരവിനെയും കൂടെ കണ്ടവരുണ്ട്. അവൻ നമ്മുടെ ഗൈഡാണെന്നല്ലേ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മാത്രമായിട്ട് ഈ പ്രദേശത്തുനിന്ന് മേഘ എങ്ങനെ കണ്ടെത്താനാ? മുന്നും പിന്നും ചിന്തിക്കാതെ നമ്മൾ വണ്ടി എടുത്ത് പോരുകയും ചെയ്തു. പക്ഷെ മേഘ ഏത് ഭാഗത്തേക്കാ പോയേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മൾ ഈ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന മേഘ കണ്ടെത്താനൊന്നും പറ്റില്ല.